അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ പേര് സിദ്ദീഖുൽ അക്ബർ എന്നാണ്, പരുത്തിക്കുഴി സ്വദേശിയാണ്. എൻ്റെ ചോദ്യം, സുബഹി നമസ്കാരത്തിലെ കുനൂത്തായാലും ജുമാ ഖുതുബ അറബിയിൽ പറയുന്ന കാര്യമായാലും, ഇതൊക്കെ നമ്മൾ ഇപ്പോൾ മുജാഹിദുകളായാലും പള്ളികളിൽ പോകുമ്പോൾ അവരെ ബാധിക്കുന്ന വിഷയങ്ങളാണ്. ഇപ്പോൾ കുത്തുബ, നമ്മളൊരു സമസ്ത പള്ളിയിൽ പോയാൽ അവിടെ അറബിയിലാണ് കുത്തുബ. അത് കേട്ടിട്ട് ഒന്നും മനസ്സിലാകാതെ ഇറങ്ങി വരുന്ന അവസ്ഥയാണ്. കാരണം മുഖ്യ പള്ളികളും സമസ്ത പള്ളികൾ തന്നെയാണ് നമ്മുടെ മേഖലയിൽ. അതുപോലെ തന്നെ സുബൈ നമസ്കാരത്തെ കുനൂത്തിൽ കൈ ഉയർത്താതെ താഴ്ത്തിയിടുന്ന വളരെ അങ്ങനൊരവസ്ഥയാണ്. അപ്പോൾ നമുക്കൊരു തൃപ്തി കുറവാണ്. അപ്പോൾ നമ്മൾ മുജാഹിദ് പള്ളികൾ തേടി കിലോമീറ്ററുകളോളം സഞ്ചരിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ ജമാഅത്തിന് പങ്കെടുക്കാതെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നമസ്കരിക്കുന്നവരുണ്ട്. ഇപ്പോൾ ഈ വന്നിരിക്കുന്ന മുജാഹിദുകൾ തന്നെ രണ്ടാളുകൾ ജമാഅത്തിന് പങ്കെടുക്കാതെ സെപ്പറേറ്റ് പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പോൾ പറഞ്ഞു ഇവരുടെ ബേക്കിൽ നമസ്കരിക്കാൻ നമുക്ക് തൃപ്തിയില്ല എന്നാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ തൗഹീദ് മനസ്സിലാക്കിയ മുജാഹിദുകളായാലും അല്ലെങ്കിൽ നമ്മൾ തൗഹീദിനോട് ചായ്വുള്ള സജീവ പ്രവർത്തകരല്ലാത്തവരായാലും ഒരുപാട് ആളുകൾ ഗൗരവത്തിൽ കാണുന്നില്ല. അത് ബിദ്അത്തല്ലേ, അതൊന്നും നമ്മൾ പറയേണ്ട കാര്യമില്ല, അതൊന്നും ഗൗരവത്തിലെടുക്കേണ്ട വിഷയങ്ങളല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്തരം ബിദ്അത്തുകളെ കുറിച്ച് പ്രമാണങ്ങൾ എന്തു പറയുന്നു എന്നാണ് എൻ്റെ ചോദ്യം. നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒന്നാമത്തെ ചോദ്യമാണ്, നമ്മുടെ നാട്ടിൽ സലഫി ആദർശം സ്വീകരിച്ച ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിസ്കരിക്കാൻ സലഫി ആദർശധാരയിലൂടെ കടന്നു പോകുന്ന പള്ളികൾ ഇല്ലാത്തപ്പോൾ നമ്മുടെ നാട്ടിലെ സമസ്തയുടെ അല്ലെങ്കിൽ ദക്ഷിണയുടെ പള്ളിയിലാണ് നിസ്കരിക്കാൻ പോകാറുള്ളത്. യഥാർത്ഥത്തിൽ അങ്ങനെ പോകുമ്പോൾ ചില ആളുകൾക്ക് മാനസികമായി വലിയ വിഷമമുണ്ട്. അങ്ങനെ ആ നിസ്കാരത്തിൽ പങ്കെടുക്കാത്ത ആളുകളും ഉണ്ട്. അത് ജുമുഅയുടെ ഖുതുബയാണെങ്കിലും അതുപോലെ സുബഹിയുടെ ഖുനൂത്തിലാണെങ്കിലും ഇത്തരം വിഷയങ്ങൾ ചെയ്യുന്നത് ബിദ്അത്തല്ലേ? ചില ആളുകളാവട്ടെ അതിനെ ഒന്നും വലിയ ഗൗരവത്തിൽ കാണേണ്ടതില്ല എന്നും പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ യഥാർത്ഥ വശത്തെക്കുറിച്ചുള്ള ചോദ്യമാണ് ചോദ്യകർത്താവ് ഉന്നയിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലേ? അതെ. അപ്പോൾ ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടുന്ന സുപ്രധാനമായൊരു വിഷയം, കേരളത്തിൽ സലഫി പ്രസ്ഥാനം പള്ളികൾ ഉണ്ടാക്കാൻ തുടങ്ങുന്നത് ആ പള്ളിയുടെ യഥാർത്ഥ ഒരു പള്ളി എന്താണോ പള്ളി കൊണ്ട് അള്ളാഹു ഉദ്ദേശിച്ചത് അത് നടപ്പിലാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ്. കാരണം പള്ളികളുടെ അടിസ്ഥാന വിഷയം വഅന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅല്ലാഹി അഹദ, പള്ളികൾ അള്ളാഹുവിനുള്ളതാണ്, അവിടെ അള്ളാഹു അല്ലാതെ ഒരാളെയും നിങ്ങൾ വിളിക്കരുത്, നിങ്ങൾ വിളിച്ചു തേടരുത് എന്ന് അള്ളാഹുവിൻ്റെ ഖുർആൻ അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ സംഗതിക്ക് വിരുദ്ധമായി എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിലും പള്ളിയിൽ നിർവഹിച്ചാൽ അത്തരം പള്ളികളോട് മുവഹിദുകളായ വിശ്വാസികളായ ആളുകൾക്ക് മാനസികമായി വിഷമമുണ്ടാവുക എന്നത് സ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെ ആ മാനസികാവസ്ഥ ഇല്ലാതെയാക്കാനാണ് മുജാഹിദുകൾ പള്ളി ഉണ്ടാക്കിയത്. അത് കേവലം ഛിദ്രതയ്ക്ക് വേണ്ടിയല്ല, പ്രശ്നത്തിനു വേണ്ടിയല്ല, മറിച്ച് ഈ വിശ്വാസ മേഖല സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. രണ്ടാമത്തെ ഭാഗമാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ നിസ്കാരം നിർവഹിക്കണം. സ്വല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാനെങ്ങനെ നിസ്കരിച്ചു എന്ന് നിങ്ങൾ കണ്ടുപോ, അപ്രകാരം നിസ്കരിക്കണം. അപ്പോൾ പ്രവാചകൻ്റെ സുന്നത്തുകൾ അനുധാവനം ചെയ്യുന്ന നിസ്കാരം വേണം. പ്രവാചക ചര്യയോട് എതിരാകുന്ന തരത്തിൽ ബിദ്അത്തുകളാൽ നിറഞ്ഞു നിൽക്കുന്ന തരത്തിലുള്ള നിസ്കാരങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണം. ഈ ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് സലഫികൾ പള്ളികൾ ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ അത്തരം പള്ളികളിലേക്ക് പോകുകയാണ് സലഫികൾ മുഴുവനും ചെയ്യുന്നത്. എന്നാൽ ചില പ്രത്യേക സന്ദർഭങ്ങൾ നമ്മൾ അവിചാരിതമായി ചിലപ്പോൾ ഇത്തരം പള്ളികളിൽ പങ്കെടുക്കേണ്ടി വരും. ഇത്തരം ചില പള്ളികളിൽ
നമസ്കാരത്തിന് പങ്കെടുക്കാറുണ്ട്. അപ്പോൾ അവിടെ സംബന്ധിച്ചിടത്തോളം നമ്മെ സംബന്ധിച്ച് നമ്മൾ അവിടെ ചെയ്യുന്ന ഒരു സംഗതി കൂടിയുണ്ട്. അതെന്തുകൊണ്ടാണ്? അത്തരമൊരു നമസ്കാരത്തിൻ്റെ പ്രത്യേകത, ഒരു ഇമാമിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ പിന്നിൽ തുടരുമ്പോൾ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാൾ മുസ്ലിമായി ഗണിച്ചുകൊണ്ട് തന്നെയാണ് നിസ്കരിക്കുന്നത്. കാരണം അത്തരം മുഴുവൻ ആളുകളെയും മുസ്ലിങ്ങളായി പരിഗണിക്കുന്നു എന്നതിൽ നിന്നാണ്. കാരണം അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, മൻ സ്വല്ല സ്വലാത്തന വസ്തഖ്ബല ഖിബ്ലതന വഅകല ദബീഹതന ഫദാലിക്കൽ മുസ്ലിം. നമ്മുടെ നിസ്കാരം നിർവഹിക്കുന്ന, നമ്മൾ നമ്മുടെ ഖിബലയാക്കുന്ന, നമ്മൾ അറുത്തത് തിന്നുന്ന അത്തരം ആളുകൾ മുഴുവനും ഫദാലിക്കൽ മുസ്ലിം, അത് മുസ്ലിം, അവർ മുസ്ലിങ്ങളാണ്. അപ്പോൾ മൊത്തത്തിൽ മുസ്ലിങ്ങളാണ് എന്ന അടിസ്ഥാനത്തിൽ തന്നെയാണ് അത്തരം ആളുകളെ ഏതെങ്കിലും പ്രത്യേക സാഹചര്യത്തിൽ പിന്തുടരുന്നുണ്ടെങ്കിൽ ആ ഒരു അടിസ്ഥാനത്തിൽ മാത്രമാണ് അതിനെ കാണേണ്ടതുള്ളത്. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത്തരമൊരു കാര്യത്തിലും ഇടപെടാൻ അവർക്ക് കഴിയുന്നില്ലെങ്കിൽ അയാൾക്ക് മാറി നിൽക്കാവുന്നതാണ്. അത് അയാളുടെ വ്യക്തിപരമായ വിഷയവുമാണ്. കാരണം ഈ രൂപത്തിലൊക്കെ ഇതിനെ അനലൈസ് ചെയ്ത പണ്ഡിതന്മാർ പ്രമാണങ്ങളെ വെച്ചുകൊണ്ട് വിശദീകരിച്ചത് കാണാം. ഇനി ഏതെങ്കിലും ഒരു ഇമാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ച വന്നാൽ പോലും സ്വല്ലു ഖൽഫ കുല്ലി ഫാജിറിൻ ഔ ഫാസിഖിൻ എന്ന് തന്നെ പ്രവാചകന്റെ സ്വഹാബികളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. ഏതൊരാളുടെ പിന്നിലും നമസ്കാരം നിർവഹിക്കുന്നതിന് വിരോധമില്ല. അപ്പോൾ സ്വാഭാവികമായും ഇത്തരമൊരു സംഗതി വന്നാലോ, സുബഹിയുടെ കുനൂത്ത് വരുന്നൊരു പള്ളിയിൽ ഞാൻ അകപ്പെട്ടു പോയി, അങ്ങനെ വന്നാൽ ആ കുനൂത്തിൽ ഞാൻ പങ്കെടുക്കണോ വേണ്ടയോ എന്ന ചർച്ച പണ്ഡിതന്മാർക്കിടയിലുണ്ട്. അങ്ങനെ വരുമ്പോൾ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഇഷ്ടത്തിനനുസരിച്ച്, മനസാക്ഷിക്കനുസരിച്ച് പ്രവർത്തിക്കാമെന്ന് തന്നെയാണ്. വേണമെങ്കിൽ അയാൾക്ക് ആ പ്രവൃത്തിയിൽ ഇമാമിനെ പിൻപറ്റാതെ കൈ താഴ്ത്തിയിടാവുന്നതാണ്. അല്ലെങ്കിൽ ഇമാമിനോട് മൊത്തത്തിൽ പിൻപറ്റുക എന്ന നിലക്ക് കൈകൾ ഉയർത്തി നിൽക്കാവുന്നതും ആണ്. രണ്ട് രൂപത്തിലും പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചത് കാണാം. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പ്രവർത്തനങ്ങളിൽ അവൻ ഏറ്റവും ശ്രദ്ധയോടെ കാണേണ്ടത് അള്ളാഹുവിൻ്റെ റസൂൽ എന്ത് ചെയ്തു എന്നതാണ്. അതുകൊണ്ട് തന്നെ അത്തരം പ്രവർത്തനങ്ങളോട് സമ്പൂർണ്ണമായും മാറി നിൽക്കാൻ ഒരു വിശ്വാസിക്ക് കഴിയുകയാണെങ്കിൽ അതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത്. എന്നാൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഈ പറയപ്പെടുന്നത് പോലെ എപ്പോഴെങ്കിലും ഒന്ന് കുടുങ്ങിപ്പോയാൽ, അല്ലെങ്കിൽ അത്തരമൊരു സാഹചര്യത്തിൽ നിസ്കരിക്കേണ്ടി വന്നാൽ അതിനെ സംബന്ധിച്ചിടത്തോളം അതൊരു കുറ്റകരമായ വിഷയമായി പരിഗണിക്കേണ്ടതല്ല എന്നും ഈ വിഷയം അപഗ്രഥിച്ചുകൊണ്ട് മുഴുവൻ ആളുകളും വിശദീകരിച്ച് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അല്ലാഹു അലം ബിസ്സവാബ്.